കിച്ചൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ ഐ ലവ് യു എന്ന് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് മനസ്സിലാവണമെന്നില്ല. മറ്റു ചിലരോട് നമ്മൾ സ്നേഹം നമ്മുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കഴിഞ്ഞാലും അവർക്കത് മനസ്സിലാവണമെന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ലവ് ലാംഗ്വേജ് അല്ലെങ്കിൽ സ്നേഹഭാഷ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതായത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലവ് ലാംഗ്വേജ് അല്ലെങ്കിൽ എൻ്റെ സ്നേഹഭാഷ ആവില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാവാം. എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ലവ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു 5 ലവ് ലാംഗ്വേജസ് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. നിങ്ങളത് മനസ്സിൽ വെക്കുക. എന്നിട്ട് അവർ പെരുമാറുന്ന രീതി വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലേതാണ് അവരുടേത് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ആ രീതിയിൽ സ്നേഹം പ്രകടിപ്പിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലവ് ലാംഗ്വേജസ് ഏതൊക്കെയാന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത്തേത് വേർഡ്സ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഡെയിലി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ മേ ബി സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ ജോബിനും കാര്യങ്ങളൊക്കെ പോയി വരുന്ന സമയത്ത് ആൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ ആൾക്ക് ദേഷ്യം വരുന്നുണ്ടോ, എന്നിട്ട് ചിലപ്പോൾ മിണ്ടാതിരിക്കും അവർ ചെയ്യുന്നുണ്ടാവും. അതായത് സംസാരിക്കാതിരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരുന്നുണ്ടാവും എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വേർഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവരെ സംസാരത്തിലൂടെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. സംസാരിക്കുമ്പോഴാണ് സ്നേഹം കൂടുക എന്നുള്ളതായിരിക്കും ഇവർ വിചാരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇവർക്ക് സ്നേഹം കൂടുമ്പോഴൊക്കെ ഇവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കുറേ നേരം സംസാരിക്കുന്നുണ്ടാവും. അതേപോലെ ഇവർ ചിലപ്പോൾ വേർഡ്സിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ഐ ലവ് യു പറയുന്നുണ്ടായിരിക്കും. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവർ ചിലപ്പോൾ വേർഡ്സിലൂടെ പറയാൻ പറയുന്ന ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെ പറയുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാക്കുക, വേർഡ്സ് ആണ് അവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ വാക്കുകളിലൂടെയാണ് അവരവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ തിരിച്ചും നിങ്ങൾ അങ്ങനെ തന്നെ പെരുമാറുക. മേ ബി നിങ്ങളെ വേർഡ്സിലൂടെ സ്നേഹം പ്രകടിപ്പിക്കാത്ത സർവീസിലൂടെ സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കാം. പക്ഷെ രണ്ടുപേരുടെയും ഡിഫറെൻ്റ് ആകുമ്പോൾ അവർക്കും നിങ്ങൾക്കും മനസ്സിലാക്കാനും പറ്റില്ല, നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസും വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ഏതാണെങ്കിലും അവരുടേത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ അവരോട് പെരുമാറാൻ നിങ്ങൾ ശ്രമിക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കും മനസ്സിലാവും. അതേപോലെ തന്നെ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് വേർഡ്സ് ഇഷ്ടപ്പെടുന്ന പാർട്ട്ണറാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ അവരെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പോൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരിക്കുന്ന സമയം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഒന്നും ഉണ്ടായിരിക്കില്ല, ജസ്റ്റ് ഒരു മൂവി കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിലും അത് ക്വാളിറ്റി ടൈമായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. അതായത് നമ്മൾ കൊടുക്കുന്ന സമയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഫോൺ നോക്കാനോ മറ്റാരോടെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ പാടില്ല. ഒന്നില്ലെങ്കിൽ അവരോട് സംസാരിക്കുകയാണെങ്കിൽ അവരോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക, സിനിമ കാണുകയാണെങ്കിൽ സിനിമ കണ്ടുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ എന്താണ് നിങ്ങൾ ആ സമയത്ത് ചെയ്യുന്ന ആക്ടിവിറ്റി അതിലേക്ക് ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അങ്ങനെ ക്വാളിറ്റി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുണ്ട്. ഈ ക്വാളിറ്റി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അതായത് അവർക്ക് കുറേ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിലും നിങ്ങൾക്ക് വേണ്ടി ടൈം തരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അവർ. ഇപ്പോൾ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് കിച്ചണിൽ ഭയങ്കരമായിട്ട് കുറേ പണികൾ ചെയ്യാനുണ്ട്, ചിലപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങളുടെ കൂടെ ഇരിക്കാനായിട്ട് ആൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ക്വാളിറ്റി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് എന്നുള്ളത്. അവര് എത്ര തിരക്കുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് സമയം തരാൻ താല്പര്യമുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അവർ ക്വാളിറ്റി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവരെന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അതേപോലെ ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പം പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്ന ആളായിരിക്കും. അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും ക്വാളിറ്റി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതേ രീതിയിൽ തിരിച്ചു പെരുമാറുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. എത്ര തിരക്കുണ്ടെങ്കിലും തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് വിളിക്കുക, മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അവർക്കത് ഭയങ്കര ഹാപ്പി ആവും എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ടൈമാണ്. മൂന്നാമത്തെ ആക്ട്സ് ഓഫ് സർവീസ് ആണ്. അതായത് ഇപ്പൊ അവർക്ക് എന്തെങ്കിലും സേവനങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് വിചാരിക്കുക, നിങ്ങളത് വാങ്ങിച്ചു കൊടുക്കുക.
അതല്ലെങ്കിൽ അവർക്ക് വയ്യാതിരിക്കാന്ന് വിചാരിക്കുക, നിങ്ങൾ പോയിട്ട് നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വയ്യെങ്കിലും ഒന്ന് കൂടെ ഇരിക്കുക, സമാധാനിപ്പിക്കുക, ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുക. ഇതൊക്കെ അങ്ങനെ നമ്മളുടെ പ്രവൃത്തിയിലൂടെ അവരോട് നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് കാണിക്കുക. ഇവിടെ അവർക്ക് വാക്കുകളുടെ ആവശ്യമൊന്നുമില്ല. വാക്കുകളിലൂടെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല. പക്ഷെ സേവനങ്ങൾ ആൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെയാണ് ആൾക്ക് മനസ്സിലാകുക നമുക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ സേവനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ആ രീതിയിൽ അവരോട് പെരുമാറുക. ഇനി നാലാമതെന്ന് പറയുമ്പോൾ ഗിഫ്റ്റാണ്. ഇവർക്കൊരു 10 രൂപയുടെ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാലും സന്തോഷമാവും. ഇവർ വിചാരിക്കാം ഇടയ്ക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോഴാണ് സ്നേഹമുള്ളത്, സ്നേഹമുള്ള ആളാണെങ്കിൽ ഗിഫ്റ്റ് തരും എന്നുള്ളതാണ്. ഇന്നേരത്തെ ഗിഫ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല കേട്ടോ. ഭയങ്കര ലക്ഷറിയസ് ആയിട്ടൊന്നും ഇവർക്ക് കിട്ടണമെന്നൊന്നുമില്ല. കുഞ്ഞി സാധനം മതി. പക്ഷെ അത് നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ടോ ഗിഫ്റ്റ് ആയിട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പം അങ്ങനെ ഗിഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതെങ്ങനെയാ മനസ്സിലാക്കുക വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് തരുന്നത് നോക്കുക. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് അവരെന്തെങ്കിലും ഗിഫ്റ്റ് തരുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരിക, ഇടയ്ക്ക് സർപ്രൈസുകൾ തരിക, ഇതൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഗിഫ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗിഫ്റ്റിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്നുള്ളതൊന്നല്ല അവർ ചിന്തിക്കുന്നുണ്ടാവാം. എന്നാലും ഗിഫ്റ്റ് അത്രയേ ഉള്ളൂ. അത് 10 രൂപയുടെ ആവാം, 5 രൂപയുടെ ആവാം, 20 രൂപയുടെ ആവാം, അത് എത്ര രൂപയുടെ ആയാലും പ്രശ്നമല്ല. പക്ഷേ ഗിഫ്റ്റ് കൊടുക്കുക, അതിന് പ്രാധാന്യം കൊടുക്കുന്ന ആളായിരിക്കും. അപ്പം നിങ്ങൾ ചെറിയ രീതിയിൽ അങ്ങനെ ചെയ്താൽ മതി. സർപ്രൈസുകളൊക്കെ ഇടയ്ക്കൊന്ന് കൊടുത്താൽ മതി. ഇനി ലാസ്റ്റത്തെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ചാണ്. അതായത് തൊടുന്നതിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിലൂടെ സ്നേഹം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് സ്നേഹം കൂടുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെ ഹഗ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വികൃതിയായിട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ ഇങ്ങനെ മാന്തുന്നുണ്ടാവും, പിച്ചുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇത് അവർ ടച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആളിങ്ങനെ തട്ടിയിട്ട് പോകുന്നുണ്ടാവും. അത് അവരുടെ ലവ് ലാംഗ്വേജ് അങ്ങനെയാണ്, ടച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ അതേപോലെ പെരുമാറിയാൽ മതി. നിങ്ങൾ ചിലപ്പോൾ അത് ഇഷ്ടമേ അല്ലാത്ത ആളായിരിക്കും. അതായത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്നത്, വെറുതെ ഇരിക്കുന്ന സമയത്ത് ടച്ച് ചെയ്തിരിക്കുന്നത്, അതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ അവരതാണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ പെരുമാറുക. ജസ്റ്റ് കൈയൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാമല്ലോ. അപ്പം അങ്ങനെ ഇഷ്ടം, അതായത് അത്തരത്തിൽ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ആളുകൾ ചില ആളുകൾ ഉണ്ടായിരിക്കും. അവർ ഈ പറയുന്ന ടച്ചിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇരിക്കുമ്പോൾ അടുത്തിരിക്കുന്നതും ഒക്കെയാണ് അവർക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ആ രീതിയിൽ പെരുമാറുക. അപ്പം ഇതൊക്കെയാണ് 5 ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഇതിൽ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇവിടെ മിസ്റ്റേക്ക് വരുന്ന എന്താണെന്നുള്ളത് അറിയോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ഒന്നായിരിക്കും, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ വേറെ ആയിരിക്കും. അപ്പം അങ്ങനെ ആവുമ്പോൾ നമ്മളിത് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട്, അതായത് അവരുടെ സ്നേഹഭാഷ എന്താണെന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, തിരിച്ചും അങ്ങനെ തന്നെയാണ്. സോ അതിനൊരു സൊല്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിക്കുക. ഈ ലവ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാദ്യം, അതായത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അവരുടെ പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കുക ഏതാണ് അവരുടെ സ്നേഹഭാഷ എന്നുള്ളത്. അല്ലെങ്കിൽ അവരോട് ചോദിക്കുക, നീ എങ്ങനെ സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ അവർ പറയുമല്ലോ. ചോദിക്കാൻ മടിയുള്ളവരാണെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ആ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ലവ് ലാംഗ്വേജ് ഏതൊക്കെയാണെന്ന് അറിയാത്ത ആളുകൾ കുറേ പേരുണ്ട്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിലൂടെ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, സൊല്യൂഷൻ വേണ്ട ആളുകൾക്ക് ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്